വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാം ഡേറ്റ് ഔട്ടായിട്ടുണ്ട്. നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 27 ഈ മാസം 27-നാണ് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് എക്സാം എൻഡ് ആവുന്നത് നമ്മുടെ 16th ജനുവരിയിലായിരിക്കും നമ്മുടെ എക്സാം എൻഡ് ആവുന്നത്. അപ്പോൾ ഇനിയൊരു നമുക്ക് ഓൾമോസ്റ്റ് 9 ഡേയ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് എക്സാം സ്റ്റാർട്ട് ആവാൻ പോകുമ്പോൾ അതിന് മുന്നേ കിട്ടുന്ന ഡേയ്സ് എന്ന് പറയുന്നത് ഒരു 9 ദിവസമായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 19-ാം തീയതി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് എക്സാം സിറ്റി ഡേറ്റ് ഇതിൻ്റെയൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഓപ്പൺ ആവുന്നത് 19-ാം തീയതി, ഈ മാസം 19-ാം തീയതി ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മുടെ കോൾ ലെറ്റേഴ്സ് എക്സാമിൻ്റെ 4 ദിവസം മുന്നേ ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 9 ഡേയ്സ് ആയിരിക്കും എക്സാമിന് കിട്ടുന്നത്. അതിന് മാറി മാറി എക്സാം ഡേറ്റ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഡേറ്റ് കൂടുതലായിട്ട് കിട്ടുന്നവർ കാണും, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാർട്ടിംഗ് ഡേറ്റ് തന്നെ ഒരുപാട് പേർക്ക് എക്സാം കാണും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 9 ഡേയ്സ് ആണ് നമ്മുടെ ഫ്രണ്ടിൽ ഇനി ഉള്ളത്. അപ്പോൾ ഈ ഒരു 9 ഡേയ്സ് നമുക്ക് എന്ത് ചെയ്യാം? റിവിഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പറയാനുള്ളത്. എത്രത്തോളം നമ്മൾ റിവിഷൻ ചെയ്യുമോ അതായിരിക്കും നമ്മുടെ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ RRBയുടെ NDPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റ് എക്സാംസിൻ്റെ GK പോർഷൻസ് കൂടുതൽ റിവിഷൻ ചെയ്യാൻ നോക്കുക. ആ ക്വസ്റ്റ്യൻ പാറ്റേൺസ് നോക്കുക. അപ്പോൾ ആ ഒരു എക്സാമിൽ കവർ ചെയ്തിട്ടുള്ള പോർഷൻസ് നന്നായിട്ട് റിവൈസ് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ആ ഒരു കാര്യമേ നമുക്ക് ഇനിയുള്ള ഫ്രണ്ടിലുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ RRB NDPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഔട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ എജുബിയിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡിസംബർ 3-നാണ് നമ്മളെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക? കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാം നല്ലപോലെ ഫോക്കസ് ചെയ്ത് റിവിഷനൊക്കെ നടത്തി എല്ലാവരും എക്സാം ക്രാക്ക് ചെയ്യുക. താങ്ക് യു.